ഹായ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നമുക്കെല്ലാവർക്കും വളരെ ഇഷ്ടമുള്ള നല്ല രുചികരമായ വളരെ മൊരിഞ്ഞ ഒരു മസാല ദോശയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ അതിനുള്ള മാവ് തയ്യാറാക്കാൻ വേണ്ടി തുടങ്ങാം. ഒരു പാത്രത്തിലേക്ക് 1.5 കപ്പ് പച്ചരിയും 1/2 കപ്പ് പുഴുക്കലരിയും 4 ടീസ്പൂൺ കടലപ്പരിപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ഒന്ന് ആവശ്യത്തിൻ്റെ വെള്ളം ഒഴിച്ച് 2-3 പ്രാവശ്യം കഴുകി അതിനുശേഷം ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് ചുരുങ്ങിയത് 4 മണിക്കൂറെങ്കിലും നമുക്ക് കുതിരാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ഇതേപോലെ വേറൊരു പാത്രത്തിലേക്ക് 1/2 കപ്പ് ഉഴുന്നും 1/2 ടീസ്പൂൺ ഉലുവയും ചേർത്ത് നമുക്ക് 2-3 പ്രാവശ്യം കഴുകി കുതിരാൻ വേണ്ടി മാറ്റി വയ്ക്കാം. കുതിർന്ന ഉഴുന്ന് നമ്മൾ അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. അതേമാതിരി അരിയും അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. സ്മൂത്തായി അരച്ചെടുക്കണം. ഇഡ്ഡലിക്കുള്ള മാവിനേക്കാട്ടിലും ഒന്നുകൂടി സോഫ്റ്റായിട്ട് ദോശയ്ക്കുള്ള മാവ് അരച്ചെടുക്കണം. മാവ് നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി ഈ മാവ് ചുരുങ്ങിയതൊരു 8 മണിക്കൂറെങ്കിലും നമുക്ക് പുളിക്കാൻ വേണ്ടി അടച്ചു വെച്ച് നമുക്ക് മാറ്റി വയ്ക്കാം. ഈ സമയത്ത് നമുക്ക് ദോശയ്ക്കുള്ള മസാല തയ്യാറാക്കാം. ഒരു കടായിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോൾ 1 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായി മൂത്ത് വരുന്നവരെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞതും 4 വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 2 പച്ചമുളകും 2 ഉണക്കമുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു വലിയ സവാള ചെറുതായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. പെട്ടെന്ന് വണ്ടി കിട്ടാൻ വേണ്ടി ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം. എല്ലാം നന്നായി വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പച്ചമണം മാറുന്നവരെ നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ നമ്മൾ വേവിച്ച് വെച്ച 3 പൊട്ടറ്റോ മാഷ് ചെയ്തതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒന്നും കൂടി തവി കൊണ്ട് ഒന്നും കൂടി ഉടച്ച് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് തിളപ്പിച്ച വെള്ളം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് ഫ്രഷായിട്ടുള്ള മല്ലിയില ചെറുതായി കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുത്താൽ നമ്മുടെ മസാല ദോശയ്ക്കുള്ള മസാല ഇവിടെ റെഡിയായി. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമ്മുടെ ദോശ പൊളിച്ച് നല്ല പൊന്തി വന്നിട്ടുണ്ട്. ഇതൊന്ന് ഇളക്കി നന്നായി ഇളക്കി കൊടുത്ത് ആവശ്യത്തിനുള്ള മാവ് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു നുള്ളു പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ചേർക്കുന്നത് ദോശയ്ക്ക് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഈ സമയത്ത് നമ്മൾ ദോശക്കല്ല് നമ്മൾ സ്റ്റൗവിൽ വെച്ചിരുന്നു. കല്ല് നന്നായി ചൂടായിട്ടുണ്ട്. ആവശ്യത്തിനുള്ള മാവ് നമ്മൾ ഒഴിച്ചു കൊടുത്ത് ഇതേമാതിരി നൈസായിട്ട് നമ്മൾ പരത്തിയെടുക്കാം. ദോശ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും സ്റ്റൗവിൻ്റെ ഫ്ലെയിം എപ്പോഴും ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് കൂട്ടിയും പിന്നെ നമ്മൾ കുറച്ചും ഇട്ട് കൊടുക്കണം. അല്ലെങ്കിൽ ദോശ ഉണ്ടാക്കുമ്പോൾ ചിലപ്പോൾ ശരിയാവണമെന്നില്ല. ഒരു പുറം മുരിഞ്ഞ് വരുമ്പോൾ ആവശ്യത്തിനുള്ള നെയ്യ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള മസാല ഇട്ട് കൊടുക്കാം. മസാല ദോശ നന്നായി മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കല്ലിൽ നിന്നും ദോശ നമുക്ക് മാറ്റിയെടുക്കാം.
ആവശ്യത്തിനുള്ള ദോശ നമുക്ക് ഇതേമാതിരി നമുക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് മസാല ദോശ ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ നമ്മൾ അവസാനത്തെ മസാല ദോശ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞു. ചട്നിയുടെ കൂടെയും സാമ്പാറിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റിയ ഒരു ചൂടായ മസാല ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും അതുപോലെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടുതൽ റെസിപ്പിക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ അറിയിക്കുക. അടുത്തൊരു വീഡിയോയുമായി വരുന്നതിലേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.